എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ ജോസ്. എൻ്റെ സ്വദേശം മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള വാഴക്കുളമാണ്. ഞാൻ 2018 നാച്ചുറൽ ഫാമിംഗ്, ഓർഗാനിക് ഫുഡിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസൊക്കെ മനസ്സിലാക്കാനിടയായത്. അതെൻ്റെ ആരോഗ്യപരമായ ഒരു പ്രശ്നം അന്ന് വന്നതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം, എനിക്ക് ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ 105 കിലോയുടെ മുകളിൽ ഞാനുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ ഇതിനൊരു ശാശ്വത പരിഹാരം പല അവൈലബിൾ സോഴ്സസിൽ അന്വേഷിച്ചു, പലതും പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഫെയിലിയറായ സമയത്താണ് എനിക്കെൻ്റെ ഒരു കസിൻ വഴി ശ്രീ KV ദയാൽ സാറിനെ കുറിച്ച് ഞാൻ അറിയാനിടയായത്. അങ്ങനെ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടപ്പോഴാണ് 3 പ്രിൻസിപ്പിൾസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് നമ്മൾ എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, അതെങ്ങനെ കഴിക്കണം. ഈ മനോഹരമായിട്ടുള്ള 3 പ്രിൻസിപ്പിളിലൂടെയാണ് എൻ്റെ ഈ അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി എനിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. ഏകദേശം 83 കിലോ ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് ഒരു 3 മാസം കൊണ്ട് തന്നെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഡയറ്റിലൂടെ എനിക്ക് സാധിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് എനിക്ക് ഈ ഓർഗാനിക്കിന് ഫുഡിന് എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും അങ്ങനെ ഇതിനെ പറ്റി, ഈ ഓർഗാനിക് ഫാമിങ്ങിനെ പറ്റി MG യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് നടക്കുന്നതായി ഞാൻ അറിഞ്ഞു. അങ്ങനെ ആ കോഴ്സിൽ എൻറോൾ ചെയ്തു, അതിന് പഠിക്കുകയും കൃഷിയിലേക്ക് ഇറങ്ങുകയും എല്ലാം ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഇമ്പോർട്ടൻസാണ്. അതായത് നാം എന്ത് കഴിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചിന്തകളെ അത് ബാധിക്കുന്നുണ്ട്. നമ്മളെ നാമാക്കി മാറ്റുന്ന യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻടേക്ക് എടുക്കുന്ന ഫുഡ് തന്നെയാണ്. അതായത് കഴിക്കുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ചിന്തകൾ വരുന്നത്. ആ ചിന്തകൾ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഫുഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണെന്ന് എനിക്ക് അവിടെ നിന്നാണ് മനസ്സിലായത്. അതായത് നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി മാത്രം വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. അത് നമുക്ക് ഒരു ദൈനംദിന എനർജി മാത്രം തരുന്നതായിരിക്കും. അതേസമയം നമ്മളാക്കുന്നത് നമ്മുടെ ഉള്ളിലൊരു പോയിൻ്റ് ഓഫ് ലൈറ്റുണ്ട്. അതിനെ നമുക്കൊരു പ്രകാശം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ്, ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതായത് നമ്മളാക്കുന്നത് ആ ഉള്ളിലിരിക്കുന്ന ആ ഒരു പ്രകാശമാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതായത് നമ്മുടെ അന്നം കറക്റ്റ് ആവണം. നമുക്ക് വിധിച്ച അന്നം കഴിച്ചാലേ നമ്മളുടെ ഉള്ളിലുള്ള അങ്ങനെ ഒരു പോയിൻ്റ് ഓഫ് ലൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ഭക്ഷണം നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജീനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ എനർജീനെ മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. നാം വിചാരിക്കും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഹാപ്പിനെസ് കിട്ടുമെന്ന്. ഒരിക്കലും അത് കിട്ടത്തില്ല. അതുള്ളവരുടെ അവസ്ഥയും ഇതുപോലെ തന്നെ ആയിരിക്കും. ഒരു ടെൻഷൻ നിറഞ്ഞൊരു ജീവിതത്തിലൂടെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തിനെ തിരിച്ചറിയുന്നുവോ അന്ന് നമുക്ക് നമ്മുടെ യഥാർത്ഥ ഹാപ്പിനെസ്, നമ്മുടെ പുറം ലോകത്ത് സംഭവിക്കുന്ന ഒന്നും നമ്മളെ ബാധിക്കാതെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആനന്ദം, ഹാപ്പിനെസ്സാണ് നമുക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ കഴിക്കുന്ന ആഹാരം, ഏറ്റവും ശുദ്ധമായ ആഹാരം, അതാണ്. അപ്പോൾ ഇന്ന് ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്സ് നിങ്ങളുടെ മുന്നിൽ തുറന്നു തരുന്നത് അങ്ങനെ ഏറ്റവും ശുദ്ധമായിട്ടുള്ളൊരു ആഹാരമാണ്. അത് വിവിധ പ്രൊഡക്റ്റുകളുണ്ട്. എല്ലാം വളരെ നാച്ചുറലായിട്ട് കൃഷി ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റുകളാക്കി ഒരു പ്രിസർവേറ്റീവും ഇല്ലാതെ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എല്ലാം വരുന്ന വീഡിയോയിൽ ഞാൻ പറയാം.